ശ്രീ കെ.സി. ജോസഫ് സാർ, പ്ലീസ്. ബഹുമാനായ കേന്ദ്രമന്ത്രി ശ്രീ വയലാർജി, ബഹുമാനായ മുഖ്യമന്ത്രി, അപ്പസ്തോലിക് നൻഷ്യോ ഹിസ് എമിനൻസ് ആർച്ച് ബിഷപ്പ് സാൽവറ്റോർ പെനാച്ചിയോ, അഭിനന്ദനായ കളറങ്ങാട് പിതാവേ, പാണക്കാട് സയ്യദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, പ്രിയപ്പെട്ട ശ്രീ കെ എം മാണി സാർ, ശ്രീ പി ജെ ജോസഫ്, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീ എം എം ജേക്കബ് സാർ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ പി ജോർജ്, ശ്രീ അനൂപ് ജേക്കബ്, ശ്രീ ജോസ് കെ മാണി, ഡോക്ടർ സരിയക് തോമസ്, ശ്രീ നിർമ്മല ജിമ്മി, ശ്രീ കുര്യാക്കോസ് പടവൻ, CBCI പ്രസിഡന്റ് ഹിസ് എമിനൻസ് കാർഡിനൽ ഓസ്വാൾ ഗ്രേഷ്യസ്, ഓക്സിലറി ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ, അഭിവന്യ ആർച്ച് ബിഷപ്പുമാർ, വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ആദ്യമായി കല്ലറങ്ങാട് പിതാവിനെ മുക്ത കണ്ട് അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയിലെ കത്തോലിക്ക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കോൺഗ്രഗേഷൻ, 167 ബിഷപ്പ്മാർ പങ്കെടുക്കുന്ന ഒരു വലിയ കോൺഫറൻസ് ഈ ചെറിയ നഗരമായ പാറയിൽ നടത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചത് ഒരു വലിയ വെല്ലുവിളി ഏറ്റെടുക്കലായിരുന്നു. ആ വെല്ലുവിളി ഏറ്റെടുക്കുക മാത്രമല്ല, ഏറ്റവും വിജയകരമായി, ഏറ്റവും ചിട്ടയോടുകൂടി, ഏറ്റവും മികച്ച രീതിയിൽ ഈ കോൺഫറൻസ് നടത്താൻ സാധിച്ചു എന്നത് പിതാവ് പാലാരൂപതയ്ക്കുമുള്ള ഒരു വലിയ ബഹുമതി തന്നെയാണ്. ദീർഘമായി സംസാരിച്ചു പോകുന്നില്ല. കേരളം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് 2 മേഖലയിലാണ്: വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല. ലോകം പ്രശംസിച്ച കേരള മോഡൽ വികസനത്തിന് ആധാരമായത് ഈ 2 മേഖലയിലെ നേട്ടങ്ങളാണ്. ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കിയതിൽ ഒരു വലിയ പങ്ക് ക്രൈസ്തവ സമൂഹത്തിനുണ്ട്, കത്തോലിക്ക സമൂഹത്തിനുണ്ട്. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മികച്ച ആതുരാലയങ്ങൾ, മറ്റു തരത്തിൽ വൈകല്യമുള്ള ആൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളെല്ലാം സേവനം ലക്ഷ്യമാക്കി നടത്തുന്ന കത്തോലിക്ക സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ ശ്ലാഘനീയമാണെന്ന് എല്ലാവരും പറഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നില്ല. എനിക്കിവിടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം മാത്രം അടിവരയിട്ട് പറയാനുണ്ട്. ഇന്ന് കേരളത്തിലെ മലയോര മേഖലയിലും കടലോര പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. കസ്തൂരിരംഗൽ പോർട്ടും തുടർന്നുണ്ടായ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പ്രഖ്യാപനവും കോസ്റ്റൽ ഏരിയ സോൺ റെഗുലേഷനും ഉണ്ടാക്കിയ ആശങ്കകൾ ഇന്ന് വരെ ഒരു ഗവൺമെൻറ്റും ചെയ്യാത്ത രീതിയിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ് കൈകാര്യം ചെയ്തത്. സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ച എക്സ്പെർട്ട് കമ്മിറ്റി ശുപാർശകൾ, ആ ശുപാർശകൾ ഈ ഭയാശങ്കകളെല്ലാം പരിഹരിക്കാൻ പര്യാപ്തമായ ശുപാർശകളാണ്. കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ ഉന്നയിക്കാൻ, ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഈ ഗവൺമെൻറ് ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു കാര്യം നിസ്സംശയം പറയാം: കേരളത്തിലെ മലയോര മേഖലയുടെയും കടലോര പ്രദേശങ്ങളുടെയും ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് ആത്മാർത്ഥമായി പരിശ്രമിക്കും. ആ കാര്യത്തിൽ ആർക്കും ഒരു ആശങ്കയും വേണ്ടെന്ന് വ്യക്തമായിക്കൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ കെ.സി. ജോസഫ് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത ആശംസയുമായിട്ട് എത്തുന്നത് കേരളത്തിൻ്റെ ചീഫ് വിപ്പ് പി.സി. ജോർജ് അവറുകൾ.